എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/KEAM 2025/ എന്നുള്ള പേജിലൂടെയോ അതല്ലെങ്കിൽ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം KEAM 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിലൂടെയോ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ളതാണ്. അതായത് ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം എഞ്ചിനീയറിംഗിൻ്റെ ഭാഗത്ത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതുപോലെ ആർക്കിടെക്ചറിൻ്റേതാണെങ്കിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാനായിട്ട് പറ്റുന്നതാണ്. ചില സമയങ്ങളിൽ ഇത് നിങ്ങൾക്ക് എല്ലാം കാണണമെന്നില്ല, ഇതേപോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പേരിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഇതേപോലെ വരുന്നത് ആയിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രൊഫഷണൽ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കോളേജിലാണ്, അതായത് സീരിയൽ നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ നിങ്ങളുടെ അതായത് കാസ്റ്റിൻ്റെ കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ കോളേജ് ഏതാണ്, അതുപോലെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത്, സീറ്റ് ടൈപ്പ് ഏതാണ്, അത് SM ആണോ അല്ലെങ്കിൽ FW ആണോ, അതുപോലെ ഓരോ വിഭാഗത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിമാർക്സ് കൊടുത്തിട്ടുണ്ട്. റിമാർക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റിന്, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് വന്നതായിട്ട് കാണും. ഇവിടെ ആദ്യം കാണുന്നത് നോ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക്, എന്നാൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇതിന് ചേഞ്ച് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി ഒരു വിദ്യാർത്ഥിയുടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കാണാം അത് ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ്. അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നേരത്തെ കിട്ടിയ അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയതായിരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളുടേതെയും നോൺ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. നോ ചേഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചില വിദ്യാർത്ഥികളുടെ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ റിമാർക്സിൻ്റെ ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത്, അതായത് പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഇവിടെ ആർക്കിടെക്ചറിൻ്റേതാണ്. അപ്പോൾ ആർക്കിടെക്ചർ അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ആർക്കിടെക്ചറിൻ്റേത് സെക്കൻഡ് ഫേസിൻ്റെ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേത്, അതായത് ആർക്കിടെക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഞ്ചിനീയറിംഗിൻ്റേത് അതായത് അറിഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ആർക്കിടെക്ചർ പോകുന്നതിന് കാരണം ആ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചറിൻ്റേത് കാണാം. അപ്പോൾ ആർക്കിടെക്ചറിൻ്റേതിൽ പ്രത്യേകിച്ച് ചേഞ്ച് നോ ചേഞ്ച് എന്നൊന്നും കാണിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് കോളേജിലാണ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് കിട്ടിയത്, സീറ്റ് ടൈപ്പ് ഏതാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ, അതായത് ഇവിടെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് 2025 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ടം ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ലിസ്റ്റ് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ വർഷം നടത്തുന്ന അവസാനഘട്ട അലോട്ട്മെൻറ്റ് ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് KEAM 2025 കാൻഡിഡേറ്റ് പോർട്ടലിലെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ കൺഫേം
കൺഫർമേഷൻ നടത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയവരുടെ ഓപ്ഷനുകൾ പരിഗണിച്ചാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ അറിയിക്കാനായിട്ടായിരുന്നു അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ചിലപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ മെയിൻ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.